ഇവിടെ ഫീനിക്സ് പക്ഷിയാണെന്നാണ് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ. കേരളത്തിലെ CPM-ന്റെ ഫിനിഷിംഗ് പക്ഷിയാണ്. കേരളത്തിലെ CPM-നെ ഫിനിഷ് ചെയ്യാൻ പോകുകയാണ്. ഈ കുടിശ്ശിക കൊടുക്കാത്തതിന്റെ പേരിൽ ബണ്ണും പാലും കൊടുക്കാത്ത കുട്ടികളുടെ ആശുപത്രി ഉണ്ട് തിരുവനന്തപുരത്ത്. അത് കൊടുക്കാനായിട്ട് ഈ ഫീനിക്സ് പക്ഷിക്ക് സാധിച്ചിട്ടുണ്ടോ? ഇവരുടെ നേതാവിനെ പുകഴ്ത്തുന്നതിന് കുഴപ്പമില്ല. കാരണം തമ്പ്രാന്റെ അടിമകൾക്ക് തമ്പ്രാനെ പുകഴ്ത്താനുള്ള അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ തിരുത്താൻ ഞാൻ ആരുമല്ല. ചെമ്പടയ്ക്ക് കാവലാൾ എന്ന് പറഞ്ഞാൽ അത് TP ചന്ദ്രശേഖരനെ കൊന്നുകളഞ്ഞ ആരോട് വേണമെങ്കിലും ഞാൻ ക്ഷമിക്കും, പക്ഷെ നിന്നോട് അതുണ്ടാവില്ല. സാഗർ എന്ന മിത്രത്തെ നിനക്കറിയൂ, ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. പെരിയ കേസിലെ കൃപേഷിനെയും ശരത്ലാലിനെയും കൊന്നുകളഞ്ഞ, ഷുഹൈബിനെയും ഷുക്കൂറിനെയും ഒക്കെ കൊന്നുകളഞ്ഞ ആ ചെമ്പടയ്ക്ക് കാവലായിട്ടുള്ളതാണെങ്കിൽ എക്സാക്ട്ലി റൈറ്റ് ആണ്. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. പിന്നെ ചെങ്കനൽ കണക്കൊരാൾ എന്ന് പറഞ്ഞാൽ, അതായത് മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടിയെ കുറിച്ച് ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ RSSന് അടിമവേല ചെയ്യുന്ന ADGP-യെ കുറിച്ച് ചോദിക്കുമ്പോഴോ വോയിസ് റെസ്റ്റ് എടുത്തുകൊണ്ട് ഒളിച്ചോടുന്ന ആളെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ ചെങ്കനൽ കണക്ക് എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം ശരിയാകണമെന്നില്ല. ഞങ്ങളുടെ പ്രാക്ക മൊത്തത്തിൽ തന്നെ കുത്തി തിന്നാൻ പോയില്ലേ, നിനക്ക് അങ്ങനെ തന്നെ വേണം. കഴിഞ്ഞ 8.5 വർഷക്കാലത്തെ ആഭ്യന്തര വകുപ്പിന്റെ നയപരിപാടികൾ മനസ്സിലാക്കിയാൽ അറിയാം, ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയന്റെ കയ്യിലിരിക്കുന്നത് ചെങ്കൊടിയല്ല, RSSന്റെ കാവിക്കൊടിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടാകാൻ സാധ്യതയില്ല. പറഞ്ഞു വന്നത് പതിരില്ലാത്തൊരു സത്യ. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇവിടെ കവി പറയുന്നത് എന്താ, മറ്റ് രാജ്യങ്ങളിൽ പോലും പോയി, വിദേശത്ത് പോയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ തേടിക്കൊണ്ടുവരുന്നു, സമ്പത്ത് തേടിക്കൊണ്ടുവന്ന് നമ്മളെ സംരക്ഷിക്കുന്നു. അതായിരിക്കാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹവും മകളും ജീവിത പങ്കാളിയായിട്ടുള്ള ആളും മരുമകനും കുട്ടിയും എല്ലാവരും കൂടിയിട്ട് വിദേശത്ത് യാത്ര നടത്തിയത്. അത് കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടത് തേടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും. ഇവിടെ ഫീനിക്സ് പക്ഷിയാണെന്നാണ് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ. അവസാനമായിട്ട് ചോദിക്കേണ്, ആനക്ക് ഒഴിഞ്ഞു പോവാൻ പറ്റുമോ ഇല്ലയോ? കേരളത്തിലെ CPM-ന്റെ ഫിനിഷിംഗ് പക്ഷിയാണ്. കേരളത്തിലെ CPM-നെ ഫിനിഷ് ചെയ്യാൻ പോകുകയാണ്. ഈ കുടിശ്ശിക കൊടുക്കാത്തതിന്റെ പേരിൽ ബണ്ണും പാലും കൊടുക്കാത്ത കുട്ടികളുടെ ആശുപത്രി ഉണ്ട് തിരുവനന്തപുരത്ത്. അത് കൊടുക്കാനായിട്ട് ഈ ഫീനിക്സ് പക്ഷിക്ക് സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ICU-യിൽ പോലും പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടോ? സമാധാനമായിരിക്കൂ. ഹീമോഫീലിയ രോഗികൾക്കുള്ള ചികിത്സാ സഹായം പോലും കൊടുക്കാൻ പറ്റാത്ത ഈ സർക്കാരിന്റെ പ്രതിനിധികളായിട്ട് നിൽക്കുന്ന മുഖ്യമന്ത്രിയെ നയിക്കുന്ന മുഖ്യമന്ത്രിയെ കുറിച്ചിട്ടാണ് ഈ വാഴ്ത്തുപാട്ടെന്ന് ഈ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ വീട്ടിൽ പോയി നിങ്ങൾ പാടിക്കേൽപ്പിക്കണം. ഇനി പറയൂ, ഈ സിംഗപ്പൂർ ആൻഡപ്പനെ കിടത്തി വെട്ടാൻ മാത്രം ബുദ്ധിശക്തിയുള്ള ഏതെങ്കിലും ഒരു കള്ളൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്, ഒരാളുണ്ട്. ആര്? സാധാരണ മനുഷ്യർക്ക്, സാധാരണ സഖാക്കന്മാർക്ക് പിണറായി വിജയൻ എന്ന് പറഞ്ഞ സഖാവ് എന്ത് കൊടുത്തു എന്നുകൂടി നിങ്ങളൊന്ന് പറഞ്ഞേ. എനിക്കെല്ലാമായി തൃപ്തിയായി.